ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസം 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീലിന്റെ ദേശീയ ടീം കളിക്കുന്നത്. ഏഷ്യൻ പര്യടനമാണ് നടത്തുന്നത്. ഒക്ടോബർ 10 വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 നടക്കുന്ന മത്സരത്തിൽ സൗത്ത് കൊറിയയാണ് ബ്രസീലിന്റെ എതിരാളികൾ. പിന്നീട് ഒക്ടോബർ 14 മറ്റൊരു ഏഷ്യൻ കരുത്തരായ ജപ്പാനെയാണ് ബ്രസീൽ നേരിടുന്നത്. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രസീലിന്റെ സ്ക്വാഡ് ഇപ്പോൾ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സ്ക്വാഡിൽ ഇല്ലാതിരുന്ന ചില സൂപ്പർ താരങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, എഡർ മിലിറ്റാവോ എന്നിവരൊക്കെ ബ്രസീലിന്റെ സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതേസമയം നെയ്മർ ജൂനിയർക്ക് ഇടമില്ല. നമുക്കറിയാം അദ്ദേഹം പരിക്കിന്റെ പിടിയിലാണ്. ഏതായാലും ബ്രസീലിന്റെ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ബെൻഡോ, അതുപോലെ തന്നെ എഡേഴ്സൺ, ഹ്യൂഗോ സൗസ എന്നിവരാണ് വരുന്നത്. ഇനി ഫുൾ ബാക്കുമാരായിക്കൊണ്ട് കയോ ഹെൻറിക്കെ, കാർലോസ് അഗുസ്റ്റോ, ഡഗ്ലസ് സാന്റോസ്, വാൻഡേഴ്സൺ, വെസ്ലി എന്നിവർ വരുന്നു. സെന്റർ ബാക്ക് പൊസിഷനിൽ എഡർ മിലിറ്റാവോ, ഫാബ്രിസിയോ ബ്രൂണോ, ഗബ്രിയേൽ മഗല്ലസ്, ബെറാൾഡോ എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൻഡ്രെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ ഗൊയ്മറസ്, കാസിമിറോ, ജോവോ ഗോമസ്, ജോലിൻഡൻ, പക്കേറ്റ എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. മുന്നേറ്റ നിരയിൽ എസ്റ്റവായോ വില്ലൻ, ഗബ്രിയേൽ മാർട്ടിനെല്ലി, ഇഗോർ ജീസസ്, ലൂയിസ് ഹെൻറിക്കെ, മാത്യൂസ് കുഞ്ഞ, റിച്ചാർലീസൺ, റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. നെയ്മർ ജൂനിയർ പരിക്ക് മൂലം ഇതിൽ ഇടം കണ്ടെത്തിയിട്ടില്ല. കൂടാതെ പരിക്ക് മൂലം ചില സുപ്രധാന താരങ്ങൾ കൂടി പുറത്തായിട്ടുണ്ട്. ഗോൾ കീപ്പറായ ആലിസൺ, അതുപോലെ തന്നെ അലക്സാൻഡ്രോ റിബൈറോ, അതുപോലെ തന്നെ മാർക്കിഞ്ഞോസ്, ആൻഡ്രേ സാന്റോസ്, റാഫീഞ്ഞ, അതുപോലെ തന്നെ പെഡ്രോ എന്നിവരൊക്കെ ഇപ്പോൾ ഈ ഒരു പരിക്ക് മൂലം പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു സ്ക്വാഡ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.